ഹലോ നമസ്തേ. എല്ലാ കൂട്ടുകാർക്കും കൊട്ടാരക്കര ICM മഹാരാജ കോളേജിൻ്റെ ഓൺലൈൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് അക്കൗണ്ടിംഗ് ഫോർ നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ്റെ മൂന്നാമത്തെ ടോപ്പിക്കാണ്. ചില സ്പെഷ്യൽ ഐറ്റങ്ങളുമായി ബന്ധപ്പെട്ട്, അതായത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് ആവശ്യമായ ചില സ്പെഷ്യൽ ഐറ്റങ്ങളുമായി ബന്ധപ്പെട്ട്. അതിൽ ഏറ്റവും ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് അക്രൂവൽ കൺസെപ്റ്റിനെ പറ്റിയാണ്. ഈ സ്പെഷ്യൽ ഐറ്റങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യമായി മനസ്സിലാക്കേണ്ടത് അക്രൂവൽ കൺസെപ്റ്റിനെ പറ്റിയാണ്. As per this concept, we have to consider the income or expense of the current period only, even if it may or may not received or paid. അതായത് കാശ് കിട്ടിയോ ഇല്ലയോ, കൊടുത്തോ ഇല്ലയോ എന്നൊന്നും നമ്മൾ കണക്കാക്കുകയില്ല. ഒരൈറ്റത്തെ വരുമാനമായോ ചിലവായോ കണക്കാക്കണമെങ്കിൽ അത് ആ കൊല്ലത്തേക്കുള്ളതായിരിക്കണം. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് എനി എമൗണ്ട് റിലേറ്റഡ് വിത്ത് പ്രീവിയസ് ഇയർ ഓർ ഫോർ ദ നെക്സ്റ്റ് ഇയർ ഷുഡ് ബി ഡിഡക്റ്റഡ് ഓർ ഡസ് നോട്ട് കൺസിഡർ. അതായത് കഴിഞ്ഞ കൊല്ലത്തേക്കുള്ളതോ ഇനി വരുന്ന കൊല്ലത്തേക്കുള്ളതോ ആയിട്ടുള്ള ഏതെങ്കിലും തുകയാണെങ്കിൽ അത് നമ്മൾ തീർച്ചയായും നമ്മൾ ലെസ് ചെയ്യും, അല്ലെങ്കിൽ ചോദ്യങ്ങൾക്കനുസരിച്ച് നമ്മളത് കൺസിഡർ ചെയ്യാതെ ഇരിക്കും. അപ്പോൾ ഈ അക്രൂവൽ കൺസെപ്റ്റിനകത്ത് ഇത്രയും കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കുക. കാശ് കിട്ടിയോ ഇല്ലയോ, കൊടുത്തോ ഇല്ലയോ എന്നുള്ളതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. ഒരു പ്രത്യേക കാലയളവിലേക്കുള്ളതാണ് എങ്കിൽ അത് നമ്മളുടെ ഇൻകമായോ എക്സ്പെൻസായോ നമ്മൾ കണക്കാക്കുന്നതായിരിക്കും. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ആ പ്രത്യേക കാലയളവിലേക്കുള്ളതല്ലാതെ അതിന് മുമ്പുള്ളതോ അതിന് ശേഷമുള്ളതോ ആയിട്ടുള്ള തുകകളാണ് എങ്കിൽ അവ ആ ടോട്ടൽ എമൗണ്ടിൽ നിന്നും നമ്മൾ ലെസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്പെഷ്യൽ ഐറ്റത്തിനകത്ത് ഏറ്റവും ആദ്യമായി നമ്മൾ പഠിക്കേണ്ടുന്നത് സബ്സ്ക്രിപ്ഷനെ പറ്റിയാണ്. ഈ സബ്സ്ക്രിപ്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, സബ്സ്ക്രിപ്ഷൻ്റെ ട്രീറ്റ്മെൻറ്റ് മനസ്സിലാവുമ്പോൾ നിങ്ങൾക്ക് അക്രൂവൽ കൺസെപ്റ്റ് മനസ്സിലാവും. ഇതൊരു കാരണവശാലും കാണാതെ പഠിക്കരുത്, നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഏറ്റവും ആദ്യമായി ഒരു ചോദ്യം നമ്മളുടെ ടെക്സ്റ്റിൽ കിടക്കുന്നതാണ്. എ ക്ലബ് റിസീവ്ഡ് ₹20,000 ആസ് സബ്സ്ക്രിപ്ഷൻ ഡ്യൂറിങ് ദ ഇയർ 2016-17. അതായത് ഒരു ക്ലബിന് 2016-17 കൊല്ലത്തിൽ 20,000 രൂപ സബ്സ്ക്രിപ്ഷനായി കിട്ടി. ഓഫ് വിച്ച് 3,000 റിലേറ്റഡ് ടു 2015-16. ആ 20,000-ൽ 3,000 2015-16 ആൻഡ് ₹2,000 ടു 2017-18. അതായത് അത് മാത്രമല്ല 2,000 രൂപ എന്നത്തേക്കുള്ളതാണ് 2017-18 ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ 2016-17 ₹6,000 ആർ സ്റ്റിൽ റിസീവബിൾ. ഈ 2016-17 എന്ന് പറയുന്ന നമ്മളുടെ കൊല്ലത്ത് 6,000 രൂപ കിട്ടാൻ കൊണ്ടുമുണ്ട്. കാൽക്കുലേറ്റ് ദ സബ്സ്ക്രിപ്ഷൻ മെൻഷൻ ഇൻ ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ദ ബാലൻസ് ഷീറ്റ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും സബ്സ്ക്രിപ്ഷൻ എത്ര രൂപ കാണിക്കും, അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ എന്താണ്. അപ്പോൾ നോക്കാം. 2016-17 എന്ന് പറയുന്നതാണ് നമ്മുടെ കാലയളവ്. ആ കാലയളവിലേക്ക് ഒരു ക്ലബിന് മൊത്തത്തിൽ 20,000 രൂപ കിട്ടിയിട്ടുണ്ട്. അതിൽ 3,000 രൂപ കഴിഞ്ഞ കൊല്ലത്തേക്കുള്ളതും, അതായത് 2015-16 2,000 രൂപ 2017-18 അതായത് ഇനി വരാനുള്ള കൊല്ലത്തേക്കുള്ളതുമാണ്. അത് മാത്രമല്ല 2016-17 എന്ന് പറയുന്ന നമ്മളുടെ ഈ കാലയളവിൽ ഇനി 6,000 രൂപ കൂടി കിട്ടാനെ കൊണ്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എത്രയാണ്, ഇവ എങ്ങനെ നമ്മളുടെ ബാലൻസ് ഷീറ്റിൽ കാണിക്കും? നമുക്ക് ഉത്തരങ്ങളിലേക്ക് പോകാം. ഇൻകം റിസീവ്ഡ് ഡ്യൂറിംഗ് ദ 2016-17 ആസ് പെർ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഈസ് 20,000. എന്താണ് 2016-17 ഉള്ള റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രകാരം നമുക്ക് 20,000 രൂപ ഉണ്ട്, അത് എടുത്തെഴുതി. ലെസ് സബ്സ്ക്രിപ്ഷൻ ഫോർ 2015-16 ₹3,000. കാരണം എന്താണ്, 2015-16 സബ്സ്ക്രിപ്ഷൻ ലെസ് ചെയ്യണം. കാരണം നമ്മൾ അക്രൂവൽ കൺസെപ്റ്റിനകത്ത് പറഞ്ഞേക്കുന്നു നമ്മളുടെ 2016-17 മാത്രമേ നമ്മൾ ആഡ് ചെയ്യൂ. അതിനു മുമ്പുള്ള കാലയളവിലേക്കുള്ളതോ അതിന് ശേഷമുള്ള കാലയളവിലേക്കുള്ളതാണെങ്കിൽ നമ്മൾ ലെസ് ചെയ്യും. ഇപ്പോൾ ഈ 2015-16 എന്ന് വെച്ചാൽ എന്താണ്, 16-17 എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലയളവിലും മുമ്പുള്ളതാണ്, കഴിഞ്ഞ കൊല്ലം കിട്ടാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. അടുത്ത ലെസ് സബ്സ്ക്രിപ്ഷൻ ഫോർ 2017-18 ₹2,000. ഇനി അടുത്ത കൊല്ലത്തേക്കുള്ളതാണ് എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. 2017-18 എന്ത് ചെയ്തു, ലെസ് ചെയ്തു. ഇനി ആഡ് സബ്സ്ക്രിപ്ഷൻ
റിസീവബിൾ ഫോർ 2016-17 6000. ഇനി നമ്മളുടെ 2016-17 6000 രൂപ കിട്ടാനുണ്ടല്ലോ. അപ്പോൾ കാശ് കിട്ടിയോ ഇല്ലയോ കൊടുത്തോ ഇല്ലയോ എന്നുള്ള കാര്യം നോക്കത്തില്ല. നമ്മുടെ 2016-17 അത് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അങ്ങനെ വരികയാണെങ്കിൽ നമ്മളുടെ ഇൻകം ഫ്രം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 21,000 രൂപയായിരിക്കും. എങ്ങനെ കിട്ടിയെന്ന് അറിയോ? 20,000-ത്തിനകത്തുനിന്ന് 3,000 രൂപ കുറച്ചു, 2,000 രൂപ കുറച്ചു, മിച്ചം 15,000. ആ 15,000-ൻ്റെ കൂടെ 6,000 കൂടെ കൂട്ടിയപ്പോൾ 21,000 രൂപ കിട്ടി. അതാണ് നമ്മളുടെ സബ്സ്ക്രിപ്ഷൻ. ഇനി ഇതിൽ 3,000 രൂപ 2015-16 അത് നമ്മളുടെ ഈ കൊല്ലത്തെ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നില്ല, കഴിഞ്ഞ കൊല്ലത്തെയാണ്. അപ്പോൾ അത് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അടുത്തത് 2,000 രൂപ എന്ന് പറയുന്നത് അടുത്ത കൊല്ലത്തേക്കുള്ളതാണ്. അടുത്ത കൊല്ലത്തേക്കുള്ള തുക നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഈ കൊല്ലമേ മുൻകൂർ വാങ്ങിക്കുകയാണ്. അത് എന്തിന് തുല്യമാണ്? ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. കാരണം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പഠിക്കുന്നുണ്ട്, വരുമാനം മുൻകൂട്ടി വാങ്ങിക്കുകയാണെങ്കിൽ അതിനെ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുകയും അത് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കുകയും ചെയ്യും. അതിൻ്റെ കൂട്ട് തന്നെയാണ് ഇവിടെ 2016-17 കിട്ടിയിരിക്കുന്ന 2,000 രൂപ 2017-18 അടുത്ത കൊല്ലത്തേക്കുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ വരുമാനം നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? മുൻകൂട്ടി റിസീവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് എവിടെ കാണിക്കണം? ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. അടുത്തത് ഈ കൊല്ലത്തെ 6,000 രൂപ കിട്ടാനെ കൊണ്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഈ കൊല്ലത്തെ വരുമാനം കിട്ടാനുണ്ട്, ഇതുവരെയും കിട്ടിയിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കാം. അതായത് ഇവിടെ പറഞ്ഞു ദിസ് ദ എമൗണ്ട് ഓഫ് സബ്സ്ക്രിപ്ഷൻ ഓഫ് ദ കറണ്ട് ഇയർ നോട്ട് റിസീവ്ഡ്. ഈ കൊല്ലത്തെ സബ്സ്ക്രിപ്ഷൻ ഇതുവരെയും കിട്ടിയിട്ടില്ല. ആൻഡ് ഇക്വൽ ടു ഇൻകം ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ് എന്നതിന് തുല്യമാണ്. അത് വരുമാനം കിട്ടാനുണ്ട്, ഇതുവരെയും കിട്ടായില്ല എന്ന അഡ്ജസ്റ്റ്മെന്റിന് തുല്യമാണ്. സോ ഇറ്റ് ഈസ് ട്രീറ്റഡ് ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. എവിടെ കാണിക്കണം? ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കാണിക്കണം. അടുത്തൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ആസ് പെർ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് 31st March 2017. അപ്പോൾ 31st March 2017 അവസാനിക്കുന്ന റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രകാരം അപ്പോൾ തന്നെ നമുക്ക് പറയാം കറണ്ട് ഇയർ എന്ന് വെച്ചെന്നാണ് 1st April 2016 മുതൽ 31st March 2017 വരെ. അതായത് കറണ്ട് ഇയർ എന്ന് പറയുന്നത് 16-17 ആയിരിക്കും. ദ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് വേർ റുപ്പീസ് 2,50,000. സബ്സ്ക്രിപ്ഷൻ എത്ര കിട്ടിയിട്ടുണ്ട്? 2,50,000 രൂപ മൊത്തം കിട്ടിയിട്ടുണ്ട്. ഇനി അഡീഷണൽ ഇൻഫർമേഷൻ അത് പറയുകയാണ്. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 1/4/2016 റുപ്പീസ് 50,000. 1/4/2016 സബ്സ്ക്രിപ്ഷൻ 50,000 രൂപ കിട്ടാനുണ്ട്. അതായത് കഴിഞ്ഞ കൊല്ലത്തെ സബ്സ്ക്രിപ്ഷൻ 50,000 രൂപ കിട്ടാനെ കൊണ്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എല്ലാ ആൾക്കാർക്കും അറിയാം, അത് കഴിഞ്ഞ കൊല്ലത്തേക്കുള്ളതാണ്. അപ്പോൾ 50,000 രൂപ നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യേണ്ടതാണ്. അടുത്തത് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 31/3/2017 റുപ്പീസ് 35,000. ഈ കൊല്ലത്തെ അവസാനം, ഈ കൊല്ലം അതായത് 2017 മാർച്ച് മാസം അവസാനം 35,000 രൂപ കിട്ടാനുണ്ട്. അത് നമ്മളുടെ കറണ്ട് ഇയറിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. കറണ്ട് ഇയറിൽ ഈ കൊല്ലത്തെ കിട്ടാനുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അടുത്ത ശ്രദ്ധിച്ചോണം. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ 1/4/2016 റുപ്പീസ് 25,000. അതായത് കഴിഞ്ഞ കൊല്ലം മുൻകൂറായിട്ട് 25,000 രൂപ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? വാങ്ങിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം മുൻകൂറായി കാശ് വാങ്ങിച്ചിട്ടുള്ളെങ്കിൽ അത് ഏത് കൊല്ലത്തേക്കായിരിക്കും? 2016-17 എന്ന് പറയുന്ന കറണ്ട് ഇയറിലേക്കുള്ളതായിരിക്കും. ശ്രദ്ധിക്കണം, നമ്മൾ അക്വൽ കൺസെപ്റ്റിനകത്ത് കൺസിഡർ ചെയ്യുന്നത് കാശ് കിട്ടുന്നോ ഇല്ലയോ, കൊടുത്തോ ഇല്ലയോ ഒന്നും നോക്കത്തില്ല. നമ്മളുടെ പർട്ടിക്കുലർ പീരീഡിലേക്കുള്ളതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ കൊല്ലം മുൻകൂട്ടി കൊടുത്തേക്കുന്നത് ഏത് കൊല്ലത്തേക്കുള്ളതായിരിക്കും? ഈ കൊല്ലത്തേക്കുള്ളതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ സംഭവത്തെ നമ്മൾ എന്ത് ചെയ്യണം? തീർച്ചയായും ആഡ് ചെയ്തിരിക്കണം. അപ്പോൾ ഓപ്പണിംഗ് അഡ്വാൻസ് എന്തായിരിക്കണം? ആഡ് ചെയ്തിരിക്കണം. അടുത്ത സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ 31/3/2017 റുപ്പീസ് 30,000. ഇനി ഈ കൊല്ലം അവസാനം നമ്മൾ മുൻകൂട്ടി കിട്ടിയിരിക്കുന്നത് എത്ര രൂപയാണ്? 30,000 രൂപയാണ്. ഈ കൊല്ലം അവസാനം മുൻകൂട്ടി കിട്ടിയിരിക്കുന്നതല്ലേ? അങ്ങനെയാണെങ്കിൽ അത് അടുത്ത കൊല്ലത്തേക്കുള്ളതാണല്ലോ. നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ലെസ് ചെയ്തിരിക്കണം. ഇവിടെ എന്നിട്ട് പറയാണ് അസർട്ടൈൻ ദ എമൗണ്ട് ഓഫ് ഇൻകം ഫ്രം സബ്സ്ക്രിപ്ഷൻ ഫോർ ദ ഇയർ 2016-17 ആൻഡ് ഷോ ഹൗ റിലവൻറ്റ് ഐറ്റംസ് ഓഫ് സബ്സ്ക്രിപ്ഷൻ അപ്പിയർ ഇൻ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ്. അതായത് ഇവിടെ 2-3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എത്ര രൂപ കാണിക്കും, അതേപോലെ തന്നെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എങ്ങനെയൊക്കെ ഈ ഐറ്റങ്ങൾ ട്രീറ്റ് ചെയ്യപ്പെടും. നമുക്ക് ഉത്തരങ്ങളിലേക്ക് ഒന്ന് നോക്കാം. അതായത് ഇൻകം റിസീവ്ഡ് ഡ്യൂറിംഗ് 2016-17 ആസ് പെർ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് 2,50,000. സംശയമുള്ള കേസല്ല, നമ്മളത് എടുത്തെഴുതി. ലെസ് ഓപ്പണിംഗ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ്
50,000 രൂപ ഓപ്പണിംഗ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു. അത് നമ്മൾ ലെസ് ചെയ്തു. കാരണം ഇറ്റ് ഈസ് ഫോർ ദ പ്രീവിയസ് ഇയർ, സോ ഇറ്റ് ഷുഡ് ബി ഡിഡക്റ്റഡ്. കഴിഞ്ഞ കൊല്ലത്തേക്കുള്ളതായിരുന്നു. അത് എന്ത് ചെയ്യണം? ലെസ് ചെയ്തിരിക്കണം. അടുത്തത് ആഡ് ക്ലോസിംഗ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ്. ക്ലോസിംഗ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. കാരണം എന്താണ്? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർ ദ കറണ്ട് ഇയർ. ഈ കൊല്ലം അവസാനത്തേക്കുള്ളതാണ്. അപ്പോൾ ഈ കൊല്ലത്തേക്കുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്തിരിക്കണം. അടുത്തത് ആഡ് ഓപ്പണിംഗ് സബ്സ്ക്രിപ്ഷൻ ഇൻ അഡ്വാൻസ് ₹25,000. അതായത് ഓപ്പണിംഗ് സബ്സ്ക്രിപ്ഷൻ അഡ്വാൻസ് എന്ന് വെച്ചാൽ ഈ കൊല്ലം ആദ്യമേ മുൻകൂട്ടി കിട്ടിയത്. അതായത് കഴിഞ്ഞ കൊല്ലം മുൻകൂട്ടി കിട്ടിയതെന്നാണ് അതിനർത്ഥം. അങ്ങനെയാണെങ്കിൽ അതെന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. നോക്കാം. ഇഫ് എനി എമൗണ്ട് പെയ്ഡ് ഇൻ അഡ്വാൻസ് ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. കഴിഞ്ഞ കൊല്ലം ഏതെങ്കിലും തുക മുൻകൂട്ടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഫോർ ദ കറണ്ട് ഇയർ. അത് എന്നത്തേക്കായിരിക്കും? ഈ കൊല്ലത്തേക്കുള്ളതായിരിക്കും. സോ ഇറ്റ് ഷുഡ് ബി ആഡഡ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും അത് എന്ത് ചെയ്യണം? ആഡ് ചെയ്തിരിക്കണം. അടുത്തത് ലെസ് ക്ലോസിംഗ് സബ്സ്ക്രിപ്ഷൻ ഇൻ അഡ്വാൻസ് ₹30,000. അതായത് 30,000 ക്ലോസിംഗ് സബ്സ്ക്രിപ്ഷൻ അഡ്വാൻസ് ഉണ്ട്. ഈ കൊല്ലം നമുക്ക് കിട്ടിയേക്കുന്ന 30,000 രൂപ മുൻകൂട്ടി കിട്ടിയേക്കുവാണ്, അഡ്വാൻസ് ആയിട്ട് കിട്ടിയേക്കുവാണ്. നോക്കാം. അങ്ങനെയാണെങ്കിൽ അത് ലെസ് ചെയ്യണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇഫ് എനി എമൗണ്ട് പെയ്ഡ് ഇൻ അഡ്വാൻസ് ഡ്യൂറിങ് ദ കറണ്ട് ഇയർ. ഈ കൊല്ലം ഏതെങ്കിലും തുകകൾ മുൻകൂട്ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഫോർ ദ നെക്സ്റ്റ് ഇയർ. അത് എന്തൊക്കെയായിരിക്കും? അടുത്ത കൊല്ലത്തേക്കുള്ളതായിരിക്കും. സോ ഇറ്റ് ഷുഡ് ബി ഡിഡക്റ്റഡ്. അതെന്തായിരിക്കണം? ഡിഡക്റ്റ് ചെയ്തിരിക്കണം. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വീഡിയോക്കകത്തുള്ളത്. പെയ്ഡ് എന്നാണ് വീഡിയോക്കകത്ത് കിടക്കുന്നത്. അത് റിസീവ്ഡ് എന്ന് നിങ്ങൾ തിരുത്തി വായിക്കേണ്ടതാണ്. അതൊരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നതാണ്, ക്ഷമിക്കുക. ഓക്കെ. ഇനി ഇത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇൻകം എത്ര ആയിരിക്കും? സബ്സ്ക്രിപ്ഷൻ 2,30,000. ഈ 2,30,000 രൂപയായിരിക്കണം ഇൻകം ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡിൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ് കാണിക്കേണ്ടത്. ഇനി ഇത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലും ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലും എങ്ങനെ കാണിക്കുമെന്ന് നോക്കാം. ഓപ്പണിംഗ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കണം. പിന്നെ ക്ലോസിംഗ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കണം. ഓപ്പണിംഗ് സബ്സ്ക്രിപ്ഷൻ ഇൻ അഡ്വാൻസ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. ക്ലോസിംഗ് സബ്സ്ക്രിപ്ഷൻ ഇൻ അഡ്വാൻസ് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. ഇനി അടുത്തൊരു ചോദ്യമാണ്. ആ ചോദ്യം ഇങ്ങനെയാണ്. എക്സ്ട്രാക്ട് ഓഫ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31st March 2017 ആർ എസ് ഗിവൺ ബിലോ. അപ്പം ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഒരു എക്സ്ട്രാക്ഷനാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് റെസിപ്റ്റ് 2015-16 2,500 രൂപ കിട്ടിയിട്ടുണ്ട്. 2016-17 26,750 കിട്ടിയിട്ടുണ്ട്. 2017-18 1,000 രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ തുകകളെല്ലാം എന്ന് കിട്ടിയേക്കാണ്? 2016-17 എന്ന് പറയുന്ന കാലയളവിൽ കിട്ടിയിട്ടുള്ള തുകയാണ്. അപ്പോൾ അതായത് ഒന്നുകൂടെ പറയുകയാണെങ്കിൽ 2016-17 എന്ന് പറയുന്ന കാലയളവിൽ കിട്ടിയിരിക്കുന്ന തുക 2015-16 2,500 രൂപയുണ്ട്. 2016-17 26,750 രൂപയുണ്ട്. 2017-18 1,000 രൂപയുമുണ്ട്. എന്നിട്ട് അഡീഷണൽ ഇൻഫർമേഷനായിട്ട് പറയുകയാണ്. ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് 230. നമ്മളുടെ ക്ലബിൽ മൊത്തത്തിൽ എത്ര പേരുണ്ട്? 230 പേരുണ്ട്. ആനുവൽ മെമ്പർഷിപ്പ് ഫീസ് 125. ഒരു വ്യക്തിക്ക് ഒരു കൊല്ലം 125 രൂപയാണ് ആനുവൽ മെമ്പർഷിപ്പ് ഫീസ്, അതായത് സബ്സ്ക്രിപ്ഷൻ വരി സംഖ്യ. ദെൻ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 1st April 2016 ₹2,750. അതായത് ഈ കൊല്ലം തുടക്കത്തിൽ എത്ര രൂപ നമുക്ക് കിട്ടാനുണ്ടായിരുന്നു? 2,750 രൂപ കിട്ടാനുണ്ടായിരുന്നു. പ്രിപ്പയർ സ്റ്റേറ്റ്മെൻറ്റ് ഷോവിങ് ആർ 11 ഐറ്റംസ് ഓഫ് സബ്സ്ക്രിപ്ഷൻ, ദാറ്റ് ഈസ് ഇൻകം, അഡ്വാൻസ്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സെട്ര. അങ്ങനെയാണെങ്കിൽ നമ്മൾ സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാം കാണിക്കാൻ, എന്താണ് ഇൻകം എത്രയാണ്, അഡ്വാൻസ് എത്രയാണ്, ഔട്ട്സ്റ്റാൻഡിംഗ് എത്രയാണെന്നുള്ള കാര്യങ്ങളുടെയൊക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കാൻ കൊണ്ടാണ് നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടെ പറയാം. 2017 മാർച്ച് മാസം 31 അവസാനിക്കുന്ന റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ആ കൊല്ലം കിട്ടിയിരിക്കുന്ന തുകയിൽ 2015-16 2,500 രൂപയുണ്ട്. 2016-17 26,750 രൂപയുണ്ട്. 2017-18 1,000 രൂപയുണ്ട്. അത് മാത്രമല്ല നമ്മുടെ ക്ലബിൽ 230 മെമ്പേഴ്സ് ഉണ്ട്. ഒരാളുടെ ആനുവൽ മെമ്പർഷിപ്പ് ഫീസ് അഥവാ സബ്സ്ക്രിപ്ഷൻ ഫീസ് എന്ന് വെച്ചാൽ ഒരാൾക്ക് 125 രൂപ വീതം വെച്ചിട്ടാണ്. കഴിഞ്ഞ കൊല്ലം അവസാനം മിച്ചം 2,750 രൂപ കിട്ടാനെ കൊണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഈ കൊല്ലത്തെ ഇൻകം എത്രയാണ്, അഡ്വാൻസ് എത്രയാണ്, ഔട്ട്സ്റ്റാൻഡിംഗ് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് കണക്കിലേക്ക് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു പ്രത്യേകതരം മോഡലാണ് ഇത്. എന്താ നിൽക്കുന്നത്? ഇൻ ദിസ് ക്വസ്റ്റ്യൻ നമ്പർ ഓഫ് മെമ്പേഴ്സ് ആൻഡ് സബ്സ്ക്രിപ്ഷൻ പെർ മെമ്പേഴ്സ് ആർ മെൻഷൻഡ്. അതായത് എത്ര മെമ്പേഴ്സ് ഉണ്ടെന്നും ഒരാൾക്ക് എത്ര രൂപ ആനുവൽ മെമ്പർഷിപ്പ് ഫീസാണ് അഥവാ സബ്സ്ക്രിപ്ഷൻ ആണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എത്ര ആയിരിക്കാം? 230 × 125 മൊത്തം എത്ര രൂപ നമുക്ക് വേണം? 28,750 രൂപ വേണം. അതായത്
നേരത്തെ ചെയ്തിരുന്ന 2 ചോദ്യങ്ങളിൽ നിന്നും വിഭിന്നമായി ഈ ചോദ്യത്തിൽ തന്നിരിക്കുന്നതിൽ പ്രത്യേകത ഇതാണ്. ഒന്ന്, നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ എണ്ണം തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു വ്യക്തിക്കുണ്ടാവുന്ന സബ്സ്ക്രിപ്ഷൻ എത്രയാണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ചോദ്യം വരുന്നതെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ കണ്ടുപിടിക്കാനെ കൊണ്ട് ഇത്രയും മാത്രം ചെയ്തിരുന്നാൽ മതി. മെമ്പേഴ്സിൻ്റെ എണ്ണം ഇൻറ്റു എത്ര വ്യക്തികളുണ്ടോ അത് പിന്നെ എത്ര രൂപയാണോ ഒരു വ്യക്തിക്കുള്ളത് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ കൊല്ലം എത്ര രൂപയാണ് നമ്മളുടെ സബ്സ്ക്രിപ്ഷനായിട്ട് വേണ്ടത്? 28,750 രൂപയാണ്. ഈ തുക വേണം നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ടിൽ കാണിക്കാൻ. ഓക്കെ, അപ്പം ഇനി ബാലൻസ് ഷീറ്റിൽ എത്ര രൂപയാണ് കാണിക്കുന്നതെന്ന് നോക്കാം. ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുകയാണ് 1 April 2060 2,750 രൂപ കിട്ടാനുണ്ട്. അത് ഓപ്പണിംഗ് സബ്സ്ക്രിപ്ഷനായിട്ട് എത്ര രൂപ കിട്ടാനുണ്ട്? 2,750 രൂപ കിട്ടാനുണ്ട്. പക്ഷേ ഈ പറയുന്ന കൊല്ലം എത്ര രൂപ കിട്ടിയിട്ടുള്ളൂ? 2,500 രൂപയെ കിട്ടിയിട്ടുള്ളൂ. അതായത് അങ്ങനെയാണെങ്കിൽ എത്ര രൂപ കൂടി ഇനി കിട്ടാനുണ്ട്? കഴിഞ്ഞ കൊല്ലത്തെ 250 രൂപ കൂടി കിട്ടാനുണ്ട്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ നമ്മൾ എങ്ങനെയാണ് കാണിക്കുന്നത് എന്നുള്ളതിനെ പറ്റി നോക്കാം. ക്വസ്റ്റ്യനകത്ത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. 1 April 2016 2,750 രൂപ കിട്ടാനുണ്ടായിരുന്നു. പക്ഷേ ആ 2015-16 എന്ന് പറയുന്ന കാലയളവിൽ എത്ര രൂപ ഈ കൊല്ലം കിട്ടിയിട്ടുള്ളൂ? 2,500 രൂപയെ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ 250 രൂപ കൂടി ഇനി കിട്ടാനെ കൊണ്ട് ഉണ്ട്. അത് മാത്രമല്ല, ഇനി മറ്റൊരു കാര്യങ്ങളുണ്ട്. ഓക്കെ, ഡ്യൂറിങ് ദ കറണ്ട് ഇയർ എമൗണ്ട് ഓഫ് റുപ്പീസ് 28,750 ഈസ് ദ ഇൻകം. അതായത് 28,750 രൂപയാണ് നമ്മളുടെ മൊത്തം സബ്സ്ക്രിപ്ഷനായിട്ട് വേണ്ടത്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരുന്നു. ബട്ട് ഓൺലി 26,750 റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയർ. അപ്പോൾ പക്ഷേ ഈ കൊല്ലത്തിൽ എത്ര രൂപ കിട്ടിയിട്ടുള്ളൂ? 26,750 രൂപയെ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ 2,000 രൂപ കൂടി ഇനി എന്ത് ചെയ്യാനുണ്ട്? കിട്ടാനെ കൊണ്ടുണ്ട്. അപ്പം എത്ര രൂപ കിട്ടാനെ കൊണ്ടുണ്ട് എന്നുള്ള കാര്യത്തെപ്പറ്റി മനസ്സിലായല്ലോ. 2015-16 2,750 രൂപ കിട്ടാനുള്ളടുത്ത് 2,500 രൂപ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ 250 രൂപ ആ വകുപ്പിൽ കിട്ടാനുണ്ട്. അതേപോലെ തന്നെ ഈ കൊല്ലം 28,750 രൂപ വരേണ്ടടുത്ത് 26,750 രൂപ മാത്രമേ വന്നിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ വകുപ്പിൽ എത്ര രൂപ കിട്ടാനുണ്ട്? 2,000 രൂപ കിട്ടാനുണ്ട്. മൊത്തത്തിൽ എത്ര കിട്ടണം? 2,250 രൂപ കിട്ടണം. സോ ദ എമൗണ്ട് ഓഫ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഡ്യൂറിങ് 2016-17 ഈസ് റുപ്പീസ് 2,250. ഇനി അടുത്തത് ഒരു 2017-18 ഒരു 1,000 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അത് മുൻകൂട്ടി കിട്ടിയിരിക്കുന്നതാണല്ലോ. കാരണം 2016-17 ഒരു 1,000 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് എന്നത്തേക്കുള്ളതാണ്? 2017-18 അത് വരുമാനം മുൻകൂട്ടി കിട്ടുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ വേണം കാണിക്കാനൊക്കെ ഉണ്ട്. ഇനി അടുത്തത് സ്റ്റേഷനറി എന്ന് പറയുന്നൊരു ഐറ്റം ഉണ്ട്. സ്റ്റേഷനറിയുടെ ട്രീറ്റ്മെൻ്റ് ആണ്. ചോദ്യം ഇതാണ്. എക്സ്ട്രാക്ട് ഓഫ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31 March 2015. 2015 റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ എക്സ്ട്രാക്ഷൻ ആണ്. സ്റ്റേഷനറിക്ക് വേണ്ടി പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്നത് 23,000 രൂപയാണ്. അഡീഷണൽ ഇൻഫർമേഷനായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ഓപ്പണിംഗ് 4,000, ക്ലോസിംഗ് 3,000. ക്രെഡിറ്റേഴ്സ് ഓപ്പണിംഗിൽ 9,000, ക്ലോസിംഗിൽ 2,500. അപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. സ്റ്റേഷനറിക്ക് വേണ്ടി 23,000 രൂപ കൊടുത്തിട്ടുണ്ട്. ക്രെഡിറ്റേഴ്സും ഉണ്ട് എങ്കിൽ ആർക്കായിരിക്കും ഈ 23,000 രൂപ കൊടുത്തേക്കുക? സ്വാഭാവികമായും ക്രെഡിറ്റേഴ്സിനായിരിക്കും കൊടുത്തേക്കുക. കാരണം ക്രെഡിറ്റേഴ്സ് എന്ന് വെച്ചാൽ കടത്തിന് സാധനം വാങ്ങിച്ചതിൻ്റെ ഭാഗമായി നമ്മൾ കാശ് കൊടുക്കാനുള്ള വ്യക്തിയാണ് ക്രെഡിറ്റേഴ്സ്. അപ്പോൾ അവർ കൂടി ഇതിനകത്ത് ഉണ്ടായത് കൊണ്ട് നമുക്ക് കൃത്യമായി പറയാം, സ്റ്റേഷനറിക്ക് വേണ്ടി 23,000 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആർക്കായിരിക്കും കൊടുത്തേക്കുക? ക്രെഡിറ്റേഴ്സിനായിരിക്കും കൊടുത്തേക്കുക. ഓക്കെ, പക്ഷെ ഒരിക്കലും ക്രെഡിറ്റേഴ്സിന് കൊടുക്കുന്നതൊന്നും നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കേണ്ട ആവശ്യം ഇല്ല. പകരം കാരണം അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഒരു നോമിനൽ അക്കൗണ്ടാണ്. അതിനകത്ത് ഇൻകമും എക്സ്പെൻസും മാത്രം എടുത്താൽ മതി. ഇവിടെ നമുക്ക് വേണ്ടത് എത്ര രൂപയുടെ സ്റ്റേഷനറിയാണ് നമ്മളുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കേണ്ടത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 2 അക്കൗണ്ട് വരയ്ക്കും. ആരുടെയൊക്കെ? ക്രെഡിറ്റേഴ്സിൻ്റെയും വരയ്ക്കും, അതേപോലെ തന്നെ സ്റ്റേഷനറിയുടെ അക്കൗണ്ടും വരയ്ക്കും. ഇതാണ് ക്രെഡിറ്റേഴ്സിൻ്റെ അക്കൗണ്ട് വരച്ചു, അതേപോലെ തന്നെ സ്റ്റേഷനറിയുടെ അക്കൗണ്ട് വരച്ചു. ശ്രദ്ധിക്കേണ്ട കാര്യം, ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു ലയബിലിറ്റിയും സ്റ്റേഷനറി എന്ന് പറയുന്നത് ഒരു അസറ്റും ആയിരിക്കും. ഇനി നമ്മൾ ഓരോന്ന് ക്വസ്റ്റ്യൻ വീണ്ടും നമ്മൾ നോക്കി. ഇതിനകത്ത് വേണ്ടുന്ന സംഭവങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യാണ്? അക്കൗണ്ടിലേക്ക് അടയാളപ്പെടുത്താൻ പോവുകയാണ്. അപ്പോൾ ക്രെഡിറ്റേഴ്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ടുള്ള 9,000 രൂപ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചു. ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചു. സ്റ്റേഷനറിക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന 23,000 രൂപ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിച്ചു. കാരണം മറ്റൊന്നും കൊണ്ടല്ല, പിന്നെ ക്രെഡിറ്റേഴ്സിന് കാശ് കൊടുക്കുകയാണെങ്കിൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി കുറയുന്നു. അതുകൊണ്ട് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് എവിടെ കാണിക്കുന്നു? ഡെബിറ്റ് സൈഡിൽ കാണിച്ചു.
അതേപോലെ തന്നെ സ്റ്റേഷനറിയുടെ ഓപ്പണിംഗ് ഡെബിറ്റ് സൈഡിൽ കാണിച്ചു, ക്ലോസിംഗ് ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചു. കാരണം സ്റ്റേഷനറി അസറ്റാണ്, അസറ്റിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എവിടെ ആയിരിക്കും കാണിക്കുക, ഡെബിറ്റ് സൈഡിലായിരിക്കും കാണിക്കുക, ക്ലോസിംഗ് എവിടെ ആയിരിക്കും കാണിക്കുക, ക്രെഡിറ്റ് സൈഡിലായിരിക്കും കാണിക്കുക. ഇനി നമുക്ക് നേരെ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിലേക്ക് പോകാം. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എത്ര രൂപയുണ്ട്, 25,500 രൂപയുണ്ട്. ക്രെഡിറ്റ് സൈഡിൽ എത്രയേ ഉള്ളൂ, 9,000 രൂപയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ കൂടിയ തുക രണ്ടിടത്ത് നമ്മൾ എഴുതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബാലൻസ് ചെയ്തു. ബാലൻസ് ചെയ്തപ്പോൾ ക്രെഡിറ്റ് സൈഡിലാണ് വ്യത്യാസം വന്നേക്കുന്നത് 16,500 രൂപ. അപ്പോൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ വ്യത്യാസം വരികയാണെങ്കിൽ സ്വാഭാവികമായും അത് പർച്ചേസ് ആയിരിക്കും. കാരണം നമ്മൾ അക്കൗണ്ടിങ് ഫോർ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് അഥവാ സിംഗിൾ എൻട്രി പഠിച്ചപ്പോൾ ഇങ്ങനെയായിരുന്നു പഠിച്ചിരുന്നത്. അപ്പോൾ ആ പർച്ചേസ് ആണ്. ഈ പർച്ചേസ് ആയിട്ടുള്ള സാധനം നമ്മൾ എങ്ങോട്ട് എഴുതും, പർച്ചേസ് ചെയ്തേക്കുന്നത് എന്താണ്, സ്റ്റേഷനറിയാണ്. അപ്പോൾ സ്റ്റേഷനറി എന്ന് പറയുന്ന അസറ്റ് എന്ത് ചെയ്യും, കൂടും. അപ്പോൾ സ്റ്റേഷനറിയുടെ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലോട്ട് കാണിച്ചു. എന്നിട്ട് അത് ബാലൻസ് ചെയ്ത് കൂടിയ തുക രണ്ടിടത്തും എഴുതി. അപ്പം കൂടിയ തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 20,500 ആണ്. അപ്പം ആ കൂടിയ തുക നമ്മൾ ഡെബിറ്റിലും ക്രെഡിറ്റിലും എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്തു, ബാലൻസ് ചെയ്തു. ബാലൻസ് ചെയ്തപ്പോൾ മിച്ചം വരുന്നത് 17,500 രൂപയാണ്. അതിനെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ ഈ 17,500 രൂപയാണ് ആക്ച്വലി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ സ്റ്റേഷനറി എന്ന് പറഞ്ഞിരുന്ന് എഴുതിയിരിക്കുന്നത്. അപ്പം ഈ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ക്ലാസ്സുകൾ ഒരുപാട് തവണ കേൾക്കുക. കേട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാവുകയുള്ളൂ. ഒരു തവണ കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് എങ്ങും ഒന്നും ആകണമെന്നില്ല. അപ്പോൾ ഈ ക്ലാസ്സുകളെല്ലാം കേട്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും കൊട്ടാരക്കര ICM മഹാരാജ കോളേജിൻ്റെ എല്ലാവിധത്തിലുള്ള വിജയാശംസകളും. Thank you.